അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതീവ ദയനീയമാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. അത്ര കണ്ട് ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇസ്രയേൽ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു. ഒരു സംഘം ഹമാസ് പ്രവർത്തകർ ഗ്ലൈഡറിലൂടെ ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് ആകാശമാർഗം പറന്നിറങ്ങുകയാണ്. എന്നിട്ട് നേരത്തെ കൂട്ടി കരുതി വെച്ച, മുൻകൂട്ടി ലക്ഷ്യം വെച്ച തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചെന്നുകൊണ്ട് തുരുതുര വെടിയുതിർക്കുക. ഇതായിരുന്നു ഈ ആക്രമണത്തിന്റെ, അവിടെ നടത്തിയ അറ്റാക്കിന്റെ ആദ്യ ദിവസം ഹമാസ് കാഴ്ചവെച്ചത് ഇതായിരുന്നു. എന്നാൽ ഇസ്രയേലി രാഷ്ട്രീയ നേതൃത്വം ഹമാസ് ഈ കാണിച്ചതിനെ മണ്ടത്തരമെന്നും വിഡ്ഢിത്തരമെന്നും ഒക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഹമാസിനെ നിലം പരിശാക്കും, ഹമാസിനെ ഒരു നോ മാൻസ് ലാൻഡ് ആക്കി തീർക്കും, ഒരു മനുഷ്യനും ഇല്ലാത്ത വെറും ഒരു മരുഭൂമിയാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ സൈനിക സന്നാഹങ്ങളുമായിട്ട് ഈ ഗസയിലേക്ക് കടക്കുകയായിരുന്നു ഇസ്രയേലി സൈന്യം ചെയ്തത്. സത്യത്തിൽ ഇവിടെ മണ്ടന്മാരായത് ഇസ്രയേലി സൈന്യവും അവരുടെ രാഷ്ട്രീയ നേതൃത്വവുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഹമാസ് ഗ്ലൈഡറിലൂടെ ചെന്ന് ഏതാനും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ അതുകൊണ്ട് ഇസ്രയേൽ ഫലസ്തീൻ വിഷയം ഇതിന് ഒരു ശാശ്വത പരിഹാരമാകില്ല എന്ന് ഹമാസിന് വളരെ വ്യക്തമായിട്ടറിയാം. ഈ അറിയാമെന്നുള്ള കാര്യം ഇസ്രയേലി രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ സർവ സൈന്യ സജ്ജരായി ഗസയിലേക്ക് പടപ്പുറപ്പാട് നടത്തി. സത്യത്തിൽ ഹമാസ് ആഗ്രഹിച്ചതും അത് തന്നെയാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ക്ഷണക്കത്ത് കൊടുക്കുമല്ലോ, അത്തരത്തിൽ ഇസ്രയേലി സൈന്യത്തിനും ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള ഒരു ക്ഷണക്കത്ത് കൊടുക്കാനാണ് ഈ ഹമാസ് പ്രവർത്തകർ ഗ്ലൈഡറിലൂടെ ഇസ്രയേലി മണ്ണിലേക്ക് പറന്നിറങ്ങിയത്. ഗസയിലേക്ക് വരിക, നമുക്കവിടെ വലിയൊരു സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ആ സദ്യ നിങ്ങൾക്ക് വിളമ്പാനാണ്. ഇസ്രയേലി രാഷ്ട്രീയ നേതൃത്വത്തിനും ഇസ്രയേലി സൈനികർക്കും ഈ സദ്യ ആവോളം വിളമ്പിക്കൊടുക്കാനാണ്. ഇതൊരു ക്ഷണക്കത്താണ്, ഞങ്ങളുടെ ഗ്ലൈഡറിലൂടെയുള്ള പറന്നിറങ്ങൽ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇസ്രയേലി രാഷ്ട്രീയ നേതൃത്വത്തിനും സൈനിക നേതൃത്വത്തിനും കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ജൂത പടകൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. എന്നാൽ ഗ്ലൈഡറിലൂടെ പറന്നിറങ്ങിയ അതേ സമയം തന്നെ ഹമാസിന്റെ മറ്റൊരു സംഘം അവരുടെ വൻമതിൽ, അവരുടെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ആ മതിലിനടുത്തേക്ക് അനധികൃതമായി ആരെങ്കിലും ചെന്നാൽ ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ മതിലിന്റെ മുകളിൽ ഉടനീളം. ഈ ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണ് ഒരാളുടെയും സഹായമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് മതിലിനടുത്ത് വരുന്ന വ്യക്തിയുടെ നേർക്ക് ഇതിന്റെ ഗണ്ണ് തിരിയുകയും ഓട്ടോമാറ്റിക് ഫയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ആ മതിലിന്റെ മുകളിൽ അവർ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഈ ഹമാസിന്റെ മറ്റൊരു വിഭാഗം പോരാളികൾ ഈ ഗ്ലൈഡറിലൂടെ ആദ്യം അതിക്രമിച്ച് കടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ വൻമതിൽ ഡോസർ ഉപയോഗിച്ച് തകർക്കുക. ഈ തകർക്കുന്ന പോരാളികൾക്ക് നേരെ ഈ മെഷീൻ ഗണ്ണ്, മതിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മെഷീൻ ഗണ്ണ് ഫയർ ചെയ്തില്ല. ഫയർ ചെയ്യാതിരുന്നതിന് ഒരു വ്യക്തമായ കാരണമുണ്ട്. ഇറാൻ ആ മെഷീൻ ഗണ്ണിന്റെ ആ മതിലിന്റെ മുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇറാൻ ഹാക്ക് ചെയ്തു. അതുകൊണ്ട്
മെഷീൻ ഗണ്ണ് പ്രവർത്തിച്ചില്ല. ഇതായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗസയിലേക്ക് ഒരു സംഘം സൈന്യം എല്ലാവിധ സജ്ജീകരണങ്ങളുമായി പുറപ്പെട്ടു. കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ തന്നെ ജൂതപ്പട കയറെടുത്തുകൊണ്ട് ഓടുകയാണ് കാളയുടെ കുട്ടിയെ കെട്ടാൻ. കാള പ്രസവിക്കുമോ, പശുവല്ലേ പ്രസവിക്കൂ എന്നൊന്നും ചിന്തിക്കാൻ അവർ തയ്യാറായില്ല. പൊതുവെ അവർക്കൊരു അഹങ്കാരമുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാര് ഞങ്ങളാണ്, യഹൂദന്മാരാണ് എന്നൊരു അഹങ്കാരമുണ്ട്. യഹൂദന്മാരല്ല ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്ന് അവിടെ ഹമാസ് തെളിയിക്കുകയായി. സത്യത്തിൽ ഹമാസ് ചെയ്തത് ഗസയിൽ ഇസ്രയേലിന് വേണ്ട എല്ലാവിധ ട്രാപ്പുകളും ഒരുക്കി വെച്ചുകൊണ്ട്, നമ്മൾ എലിപ്പെട്ടിയിൽ എലിയുടെ ഭക്ഷണ വസ്തു ഒരുക്കി വെച്ചുകൊണ്ട് എലിയെ പിടിക്കുന്നത് പോലെ എല്ലാവിധ ട്രാപ്പുകളും ഒരുക്കി വെച്ചുകൊണ്ട് ഇസ്രയേലി സൈന്യത്തെയും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും വരിക, ഹമാസിന്റെ തട്ടകത്തിലേക്ക് വരിക എന്നുള്ള ക്ഷണക്കത്ത് കൊടുക്കാനാണ് അവിടെ പോയത്. അതവർക്ക് സത്യത്തിൽ അവർക്ക് യാതൊരു പിടിയും കിട്ടിയില്ല, മനസ്സിലായില്ല. ഉടനെ തന്നെ അവർ പുറപ്പെട്ടത് ഹമാസിന്റെ ട്രാപ്പിൽ കുരുങ്ങാനാണ്. സത്യത്തിൽ ഇസ്രയേലി സൈന്യം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കുരുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു പ്രതിനിധി അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് പറയുകയാണ്, നിങ്ങളുടെ വിദേശകാര്യ മന്ത്രിയെ ലബനാനിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ ഒന്ന് മയപ്പെടുത്തൂ. ഹിസ്ബുള്ളയോട് ഇത്തരത്തിൽ മിസൈൽ ആക്രമണങ്ങൾ, ഒരേ സമയം 100-200 മിസൈലുകളൊക്കെ ഒരുമിച്ച് ടെൽ അവീവിലേക്കും ഇസ്രയേലിന്റെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലേക്കും ഒക്കെ അയക്കുന്നു. ഇതൊന്ന് നിർത്തിവെക്കാൻ, ഒന്ന് പറയാൻ, ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ വിദേശകാര്യ സെക്രട്ടറിയെ ലബനോണിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന ഫ്രഷ് വാർത്ത ഇതാണ്. സത്യത്തിൽ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നീ വിഭാഗങ്ങളുടെ കെണിയിൽ സത്യത്തിൽ ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒരുപോലെ പെടുകയായി. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രധാന വിഷയം. അപ്പോൾ വിഷയത്തിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പ്ലസ് ആയാലും ശരി മൈനസ് ആയാലും ശരി കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.